വീട്ടിലെത്തിയിരിക്കുകയാണ്. കാർത്തിക് എവിടെയാന്ന് നോക്കട്ടെ. ലെറ്റ്സ് സീ വേർ ഈസ് ഹി. ഇവിടെ വന്നോളൂ. ഓക്കെ, ഷാസിൻ്റെ മുറി. ഹലോ കാർത്തിക് ബ്രോ. ആശാൻ ഈസ് ഹിയർ ഗൈസ്. പുതിയ എപ്പിസോഡ് ഓഫ് ചായ് വിത്ത് കാർത്തിക് സൂര്യ. കോൾ മീ ഷസാമിന്റെ മുറി കയ്യേറിയിരിക്കുകയാണ്. ഞാൻ എന്റെ ഫസ്റ്റ് വ്ളോഗുമായിട്ട് ഇറങ്ങിയതാണ്. യെസ്, അങ്ങനെയാണ്. എന്നെ വ്ളോഗറാക്കി മാറ്റിയ മഹത് വ്യക്തിയാണ് ഗൈസ് താണ്ടെ ഇരിക്കുന്നത്. വളരെ സന്തോഷമാണ്. താങ്ക് യു സോ മച്ച്. എനിക്ക് പറയാൻ വാക്കുകളില്ല. നിന്റെ കൂടെ സംസാരിച്ച് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നുണ്ട് കേട്ടാ. ആ കുഴപ്പമില്ല. എന്നെ ചോദിച്ചു, ഞാൻ സംസാരിച്ചില്ല. കംഫർട്ടബിൾ കൊറേയൊക്കെ അവനാണ് ഇന്ന് ഫോർട്ട് കൊച്ചിയില് എന്നെ കൊണ്ട് മഴയത്തൊക്കെ നനഞ്ഞ് നമ്മൾ കട്ട ഒരു സാധനം എടുത്തിട്ടുണ്ട്. ഉടനെ വരോടാ. ഞാൻ വളരെ റോ ആയിട്ടാണ് മൊത്തം, വേറെ എഡിറ്റിംഗും സംഭവമൊന്നുമില്ല. അതെ അതെ, നിന്നെ കൂടെ ചേർന്ന് മൊത്തം മണ്ണിന്റെ മണവും മഴയുടെ മണവും ഒക്കെയാണ്. അപ്പൊ അതാണ് ഗൈസ്, ഒത്തന്റിസിറ്റിയും ഒറിജിനാലിറ്റിയും ആണ് ഈ സാധനത്തിന് നോയിക്കോ. താങ്ക് യു സോ മച്ച്. ചായ കുടിക്കടാ. അപ്പൊ ശരി, നമുക്ക് ഇനി എന്തൊക്കെയോ പണിയുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഞാൻ ഇനി ഓവർ ടു അപ്പുറത്തെ ബ്ലോഗ്. ഓക്കെ ഗൈസ്, ബൈ ബൈ. ഗൈസ്, നമ്മളിപ്പോൾ ലുലു മോളിലാണ്. നമ്മളിവിടെ ഒരു ചലഞ്ചിന്റെ പാർട്ടായിട്ട് വന്നതാണേ. അത് സ്റ്റൈലിംഗ് ചാലഞ്ച്. എവിടെ നമ്മൾ രണ്ടുപേരും ഇൻഡിവിജ്വലി സ്റ്റൈൽ ചെയ്യും. അവൻ ഇന്ത്യൻ ആണ് സെലക്ട് ചെയ്തത്, ഞാൻ മോഡേൺ രീതിയിലാണ് സ്റ്റൈൽ ചെയ്തത്. അപ്പം അതിൽ പ്രൈസ് ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാർ, ലൈക്ക് റാൻഡം ആൾക്കാരടുത്ത് ചോദിച്ചിട്ട് ആരുടെ സ്റ്റൈലിംഗ് ആണ് ബെസ്റ്റ് ഔട്ട്ഫിറ്റ് സെലക്ട് ചെയ്യലായിരുന്നു. യുനാനിമസ്ലി 9-1 ഇവനെ ഞാൻ തോപ്പിച്ചിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഈ പ്രൈസ് മണി ഇട്ടിരിക്കുന്നു. നല്ല കനത്തിലുണ്ട് സാധനങ്ങൾ. ലുലുവിൽ നിന്ന് സാധനം വാങ്ങിക്കാനുള്ള വൗച്ചറൊക്കെ കിട്ടി. താങ്ക് യു ശരണ്യ. ഇതേപോലെ അവൻ ഇനിയും വിളിച്ചോണ്ട് വരണം. അതുകൊണ്ട് അതെ, ഇതിന്റെ വീഡിയോ കാണണമെങ്കിൽ ശരണ്യയുടെ ചാനലിൽ പോയാൽ മതി, അത് ഉടനെ വരും. അപ്പം അത് ജസ്റ്റ് ഞാൻ അതിലൊന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. കാർത്തിക് സൂര്യയെ തോപ്പിച്ച കോൾ മീ ഫ്ലാഷ്. അത് കാണണം ഗൈസ്, കാണണം. ആ സ്റ്റൈലിംഗ് കാണണം. ശരണ്യയുടെ മാസീവ് ലുക്കാണ് ഗൈസ്. പിന്നെ അതേപോലെ ഇന്ത്യനിഷ് ടച്ച് ഉള്ള കാർത്തിക്കിന്റെ ലുക്കും കാണാം. എന്നിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യൂ ഏതാണ് ബെസ്റ്റ് എന്നുള്ളത്. നമ്മുടെ ഇന്റേണൽ സെലക്ഷൻ. ഓക്കെ, അടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ ടാറ്റ, ലുലു എന്ന് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ. ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുകയാണ്. Yes guys, welcome to my vlog. Welcome to Call Me Flash Vlogs guys. Yes, I am first time in. അതെ, ഫസ്റ്റ് ടൈം ആണ് ഇവരൊക്കെ വരുന്നത്. ഇതൊക്കെ നമ്മുടെ അങ്ങനെ ഇവരൊക്കെ സത്യം ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളവരാണ് ഗൈസ്. ഫസ്റ്റ് വ്ളോഗിൽ തന്നെ എല്ലാരെയും കൊണ്ടുവരാൻ പറ്റിയതിൽ ഞാൻ വളരെ കൃതാർത്ഥനാണ്. അതുകൊണ്ട് നമ്മളിനി പോയി ഫുഡൊക്കെ അടിക്കുന്നു, ബ്ലാസ്റ്റ് ചെയ്യുന്നു. ഓക്കെ ഗൈസ്, ഡിസ്ട്രിക്ട് സെവനിൽ തന്നെ വന്നു ഗൈസ്. നമ്മള് സ്ഥിരം വരുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ തന്നെ വന്നു ഫുഡ് അടിച്ച് ഒരു ഫുഡ് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്ത ഫുഡി പാർട്ണർ ഇസ് ഹിയർ. കം ഓൺ ഗൈസ്, ലെറ്റ്സ് ഗോ. ഇതൊരു സർപ്രൈസ് പാർട്ടിയാണ് ഗൈസ്. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അവന്റെ 3 മില്യൺ അയച്ച കാർത്തിക് അവനത് അറിഞ്ഞത് പോലെയില്ല ഗൈസ്. 3 മില്യന്റെ കേക്ക് ഗൈസ്. കഴിക്കാൻ പറ്റില്ലെന്നുള്ള ഒരു വിഷയം മാത്രമേ എനിക്ക് കഴിക്കാം. ഇത്രയും വലിയൊരു സംഭവം മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യാറുണ്ട്. ഉണ്ട നായിപ്പോയി. ആ ഉണ്ട പൊട്ടിച്ചൊക്കെ വെച്ചിരിക്കുന്നെങ്കിൽ നമ്മുടെ സ്വന്തം സ്ഥലമാണോ ഇതൊക്കെ? നമ്മളെ സ്വന്തം സ്ഥലമല്ലേ? എന്റെ മോൻ നമ്മുടെ ചാനല് ഇതെന്താ ഒഴുകി നടക്കുന്ന പഴയതിരികൾ. എനിക്ക് അറിഞ്ഞൂടാ ബാക്കിൽ ലൈവ് മ്യൂസിക് പക്ഷേ താങ്ക് യു.
ഇന്ന് ഭയങ്കര Special thanks. വെരി ഹാപ്പി ഫോർ ഇന്ന് നല്ലൊരു ദിവസമായിട്ട് വന്നത് എനിക്ക് വാച്ച് കിട്ടി ഒരു ഗെയിമിൽ തോറ്റെന്നുള്ളൊരു വിഷമം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സെറ്റാണ് താങ്ക് യു കേട്ടോ ചക്കര കാരണം ആണല്ലേ അവിടെ നേരെ കാറ് കിട്ടിയിരുന്നു സുലഭ നിമിഷത്തെ ഇങ്ങോട്ട് സനുബ്രോ വ്ളോഗ്. എടാ എന്താ പറയാനുള്ള ചോദിക്ക് സനുബ്രോ. എന്താണ് ഈ 3 മില്യൺ അവസരത്തിൽ പറയാനുള്ളത്? ഒരു കാരണവശാലും ഇങ്ങനെ ഒരു സാധനം എക്സ്പെക്ട് ഇല്ല. കാരണം ഇന്ന് അങ്ങനെ ഒരു ഡേ അല്ലായിരുന്നു. 3 മില്യൺ ഇന്നലായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇവിടെ വന്ന് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഞെട്ടിപ്പോയി. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് ഇംഗ്ലീഷ് ഇത് നടത്തി തന്നതിന് ഒരുപാട് നന്ദി. ഞാൻ പറഞ്ഞില്ലേ അവൻ ഒറ്റയ്ക്ക് മതി 3, 4, 5 മില്യൺ വരെ അടിക്കും. താങ്ക്സ് ടു എവറിബഡി വാച്ചിങ്. എനിക്ക് പറയാൻ വാക്കുകൾ സ്പീച്ച്ലെസ്. ലവ് യു ഓൾ, ലവ് യു ഓൾ. നമ്മൾ കഴിക്കാവുന്ന സാധനങ്ങളുണ്ട്. നമ്മുടെ ബാർബക്യൂന് ആണ് കാന്താരി, ഇത് ടർക്കിഷ് ബീഫ്, ഇതെന്തോ ഹുലി ചിക്കൻ, എന്തോ ഗ്രില്ലാണ് കഴിച്ചത്. എല്ലാം ബാർബക്യൂ സാധനങ്ങളാണ്. ഇത് കഴിക്കാതിരിക്കുന്ന ബാക്കിയുള്ള എല്ലാവരും ഓക്കെ. ബ്ലോഗർമാരുടെ സംസ്ഥാന സമ്മേളനമായി മാറിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം ടേസ്റ്റ് ചെയ്യാം ഗൈസ്. ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ചിക്കൻ കലോ ഗൈസ്, ദിസ് തിങ് ഇസ് സോ ഗുഡ്. ഗ്രിൽഡ് ചിക്കൻ, ഈ ഒരു ബീഫ് കാന്താരി, അൺബിലീവബിൾ ടേസ്റ്റ്. നല്ല എരിയും നല്ല ജ്യൂസിനെസ്സും ഒക്കെ ഉണ്ട് ഗൈസ് ഈ ഒരു ബീഫിൻ്റെ സാധനം. അവരെ ഇങ്ങനെ സജസ്റ്റ് ചെയ്യുന്ന സാധനമൊക്കെ കൂടിയാണ്. എക്സ്പീരിയൻസ് അതെ, ഫുഡ് അടിപൊളിയാണ് ഗൈസ്. എല്ലാവരും വിചാരിക്കുന്നത് എൻ്റെ റെസ്റ്റോറൻ്റ് ആണ്, പക്ഷേ അവരുടെ സർവീസും കാര്യങ്ങളും ടോപ്പ് നോച്ചാണ് ഗൈസ്. ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. അവരുടെ ചോദിച്ചു നോക്കിയാൽ മതി. ഒബ്വിയസ്ലി നമുക്ക് ആ ഒരു ഹോംലി ഫീൽ ചെയ്യാം. ഇതൊക്കെ നമ്മുടെ സ്ഥലമാണ്. കാപ്പി നല്ല കടയാണ്. പുതിയ കട തുടങ്ങണം. സനുബ്രോ നല്ല തീരുമാനം. സ്റ്റാർട്ട് ചെയ്യൊരു ഇതുപോലത്തെ കഫേ. എവിടെയാണ് തുടങ്ങുക? കാപ്പി കഫേ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടോ? തുടങ്ങൂടാ എന്തെങ്കിലും. എനിക്കൊരു ബാർ തുടങ്ങണമെന്നുണ്ട് ഭാവിയിൽ. ബാറും കാഫയും കൂടെ ഒരുമിച്ച് ബാറിന്റെ കസ്റ്റമേഴ്സ് ഓൾറെഡി. ഞാൻ തുടങ്ങും ഗൈസ്. എന്റെ അമ്മയുടെ സ്വപ്നമാണത്. ശരിക്കും അന്ധകാരം. ഓ ഇത് മറ്റേ ലിക്വിഡ് ഓക്കെ. അതിനകത്ത് എന്റെ ഓട്ടും ബാലൻസ് ഉണ്ടായിരുന്നു. പനിക്കായിരുന്നു. പോയപ്പോ എന്റെ മോനെ എന്താ സാധനം. അതെ, അവിടെ വോഡ്ക സനുബ്രോയുടെ ഇഷ്ട ഫേവറേറ്റ് ഡ്രിങ്ക് ആണ്. ഇത് എന്റെ ഫേവറേറ്റ് ഡ്രിങ്കേ അല്ല. ഇത് എന്റെ ബ്ലോഗ് ആയതുകൊണ്ട് വെറുതെ കാണാൻ നല്ല ഭംഗി കേട്ടോ. അത് വീഡിയോ കാണാൻ നല്ല ആവശ്യിക്കുന്നില്ല. സത്യം. തറച്ചക്രം കത്തി തീരാറായ പോലെ ഉണ്ട്. സാധനങ്ങൾ കാണുന്നത് ഇഷ്ടമാണ് കേസ്. എന്റെ ഫേവറേറ്റ് ഒന്നും ആണ്. ഇതിപ്പോ കഴിക്കുന്ന ആരൊക്കെയെന്ന് നോക്കിയാൽ ആ കൈ ആരുടെയെന്ന് കണ്ടോ കേസ്. ഒരാൾ സ്ട്രോ ഒക്കെ ആയിട്ട് കുടിക്കുമായിരുന്നു. രക്തം ഊഞ്ചി കുടിക്കുന്നതല്ല, രക്തരാക്ഷസ്. ഓട്ക കുടിക്കുന്നവരുടെ ലൈക്ക് എഫക്റ്റ് ഉള്ള കേസ്.
ഈ ചിക്കൻ ഉണ്ടല്ലോ വേറെ ലെവലാണ് ഗൈസ്. ഇത് ഈ ഉണ്ടോ ഇത് വെനസ്ഡേ വന്നു കഴിഞ്ഞാൽ ഈ ഗ്രില്ലൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. സൂപ്പർ ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ്. അലിയോ ഒലിയോ ഇത് വൺ ഓഫ് ദി ഫേവറേറ്റ് ആണ്. എല്ലാവരും വേണമെങ്കിൽ സാരിച്ച് കഴിച്ചോളൂ. ഇല്ല തിരിച്ചെടുത്ത വ്യക്തം കണ്ടില്ലല്ലോ. ആയിരിക്കുന്നത് ഗൈസ് ബ്ലോഗർ നമ്പർ 1. ഓക്കെ അതെടുത്തോ. അതെന്തോ എന്താണ് ടർക്കിഷ് ചിക്കന്. അളിയോ അതാണല്ലേ? ഓ എന്താണ് എന്റെ പേര് അടിച്ചു ചിക്കൻ സ്ക്യൂസ് നമുക്ക് വിളിക്കാം. ചിക്കൻ അങ്ങനെ എന്തോട് പറഞ്ഞത്. അതൊക്കെയാണ് കഴിച്ചു നോക്കിയാൽ എങ്ങനെയാണെന്ന് പറ. ഇത് എടുത്തില്ല. അത് മൊത്തം നെറ്റാണ് കേട്ടോ. കോൺഷ്യസ് എന്റെ ഓ നല്ല ജ്യൂസി ആണെന്ന് തോന്നുന്നല്ലോ. കട്ടൊക്കെ ചെയ്തപ്പോ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നേക്കുന്നു. ജെന്യുവൻ റിയാക്ഷൻ കമ്മിങ്. സിനമന്റെ ടേസ്റ്റ് എന്റെ ടേസ്റ്റിനകത്ത് കൂടുതലാണോ? സിനമൺ കറുകപ്പെട്ടല്ലേ? സ്റ്റാർ അനീസ് ആണ് കറുകപ്പെട്ടല്ലേ? എല്ലാം ഉണ്ട്. ഇതെങ്കിലും ആ ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്പൈസസ് ഇല്ലേ ചെയ്യണം. പല ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ. മെയിൻലി സ്റ്റാർ അനീസ് വട്ടേരയൊക്കെ ഉണ്ട്. അതിൻ്റെ ഒക്കെ ടേസ്റ്റ് കിട്ടിയതാണ്. കുറച്ച് സ്വീറ്റ് കുറച്ച് എരി എല്ലാം ഉണ്ട്. എന്നാൽ അതിൻ്റെ ഒരു കോമ്പിനേഷൻ സ്പൈസിയാണ്, നല്ല സ്പൈസിയാണ്. അത്യാവശ്യം ഭയങ്കര സ്പൈസി ഒന്നുമല്ല, എരിവുള്ള സ്പൈസി അല്ല, പക്ഷേ ബ്രെഡിൻ്റെ കൂടെ കഴിക്കുന്നതാ. ആണല്ലേ? അത് നീ കഴിച്ചു? ഇല്ല, എനിക്ക് വേണ്ട. ബ്രെഡ് വേണ്ട, ബ്രെഡ് കഴിച്ചു തുടങ്ങി. പക്ഷെ അതാണ് കോമ്പിനേഷൻ. ആണല്ലേ? കഴിച്ച സാധനോ? ഡയറ്റ് പടാക്കാൻ വയ്യ. നീ എന്തുവായിരിക്കും അളക്കണം അവിടെ ഇരുന്ന്? നല്ല സോഫ്റ്റ് കേട്ടോ. ഇതിങ്ങനെ എടുത്തിട്ട് ഇവിടെ ഈ തൈര് പോലത്തെ സാധനം എടുത്തിട്ട് ഇങ്ങനെ എടുക്കുക. അതൊന്നും കുറെ ടേസ്റ്റ് ഉണ്ട്. ഇതാണ് അനീസ്. അനീസ് അളിയോളിയോ ഇപ്പൊ തീരും. അമ്മാര് തിന്നു കഴിയുമ്പോ തീരും. ആമി പറഞ്ഞു കേട്ടോ. ഇതൊക്കെ ശാരീരിച്ച് പറഞ്ഞു തന്നെ കേട്ടോ. ടെസ്റ്റ് അറിയില്ല കഴിക്കാൻ. നീ വായി വെക്കുവോ? കുറെ നേരം ക്യാമറ പിടിച്ചോണ്ടിരിക്കണം. ചൂടാതെ എന്താ സിഡ്നി എനിക്ക് ചൂടടിക്കണോടാ. ഇതെന്താണ് താടിയോ? താടി ഇളകി വീഴുന്നില്ല. നേരത്തെ അടിച്ച ചളി ഇതൊക്കെ ഇപ്പോഴും ഉണ്ടാടാ. ഇതൊക്കെ ഇത് ഈ സ്കൂളിൽ പഠിച്ച സാധനങ്ങളൊന്നും മാറിയിട്ടില്ലേ? ഞാൻ പിന്നെ പിള്ളേരെ വിഷമിപ്പിക്കുന്ന അടുത്തെന്തോ ഐറ്റം വന്നോ ഇങ്ങോട്ട് നോക്കണേ. ഒന്നാര് നോക്കണേ. ഞാൻ അപ്പൊ മനസ്സിലായേ ഇത് കുഴപ്പമില്ല. കാർത്തി ഇപ്പോഴും സ്കൂളിലാണ്. പണ്ട് നഴ്സറി പഠിപ്പിച്ച് അടിച്ച ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നുണ്ട് കേട്ടാ. ഞാൻ എന്നെ കാണാറുണ്ട്. പറഞ്ഞ കെട്ടിയൊക്കെ പിടിച്ച് നീ എങ്ങോട്ട് പോകണം? ഞാൻ പറഞ്ഞ പൈപ്പ് ലൈനിലേക്ക്. പിന്നെ തന്നെ ഞാൻ പറയണില്ല. ചേച്ചി എന്താ പൈപ്പ് ലൈനിൽ കൂടെ നീ എന്താ വെള്ളോളാന്ന്? എന്റെ ഒരു ഇതിന് അവൻ ട്യൂഷൻ പഠിക്കുന്നുണ്ടെന്നോ, അവൻ ഏതോ ആശാൻ അവിടെ ഉണ്ടെന്ന് തോന്നുന്നത്. നല്ല സാധനം അതാണ് കൊള്ളാന്ന് ഞാൻ ഓർമ്മ അതെ പറഞ്ഞോട്. സ്റ്റോറി ക്യാപ്ഷൻ ഫുഡാടി ഒച്ചെടുക്കാം. നീ കഴിച്ചോളൂ. പാതി പ്ലേറ്റ് തീർന്നു കേട്ടോ. ഞാൻ തൊട്ടിട്ടില്ല, പക്ഷെ ഓൾമോസ്റ്റ് നൈസ്. ഓക്കെ ഗൈസ്, ഇന്നത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞാൻ തളർന്നിരിക്കുകയാണ്. ഫുഡൊക്കെ അടിച്ചൊരു വഴിക്കായി. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഔട്ട്രോ ആണ് ഇത്. എനിക്ക് അറിഞ്ഞുകൂടെ ഇതൊക്കെ എടുക്കാനായിട്ട്. അതുകൊണ്ട് ഔട്ട്രോ എക്സ്പെർട്ട് മിസ്റ്റർ കാർത്തിക്. കുറെ ഔട്ട്രോ എടുത്തുണ്ടായിരിക്കും.
എല്ലാത്തിലും ഞാനുണ്ട് guys. അതുകൊണ്ട് ഞാൻ കുറച്ച് പോപ്പുലർ ഫേസ് ആണ് എല്ലാ ഡാൻസും കാണുന്നുണ്ട്. ഷാരുവിന്റെ സ്റ്റൈലിങ്ങിലും അതെ. എന്റെ 3 മിനിറ്റിന്റെ സെലിബ്രേഷനിലും പിന്നെ എന്റെ പാവപ്പെട്ടാണോ എന്റെ ശരി പൊളിയല്ലേ നിങ്ങൾ പറയുന്നത് സനുപ്ര വ്ളോഗ് ഉണ്ട്. വ്ളോഗ് ചെയ്യണം. സനുപ്ര വ്ളോഗ് ഉണ്ടേ? എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സപ്പോർട്ട് ചെയ്യാൻ മാത്രമാണ് ഞാൻ ഇറങ്ങി തിരിച്ചേക്കുന്നത്. തെറ്റാവും. ടാറ്റ കൊടുത്തോ. എന്ത് ഓക്കെ. അപ്പൊ ബൈ ബൈ ഗൈസ്. ബൈ ബൈ ഗൈസ്.